നമുക്ക് 2,65. 2,65,000 രൂപയ്ക്ക് ഈ 12 വണ്ടി. 12 വണ്ടി. ഇത് നമുക്ക് 22,85,000 രൂപ. 22,85. അതെ. എനിക്ക് തോന്നുന്നു പുതിയതിനിപ്പോൾ ഒരു 10-28 ലക്ഷം രൂപ ഉണ്ടോ? 27,80 വരും. 2018 മോഡൽ. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. ഡീസൽ അല്ലേ? അതെ, ഡീസൽ. അടിപൊളി. അതും 4,90. ഇത് നമുക്ക് 8,50,000 രൂപ. 8.5 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ ഡീസൽ മാനുവൽ. 35 ലക്ഷം രൂപയ്ക്ക് 2020 ഒറിജിനൽ കേരള വണ്ടി. 56,000 കിലോമീറ്റർ. വെറും 56,000 കിലോമീറ്റർ. വില നമുക്ക് 10,45 ലക്ഷം രൂപ. 10,75,000. അതെ അതെ. 10,75,000 രൂപയ്ക്ക് 2021 വണ്ടി. ഒരുവിധം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ നമ്മളൊരു നല്ല വാഹനം വാങ്ങിക്കുക, അതുപോലെ തന്നെ ആ വാഹനം കൊണ്ടു നടക്കുക. അപ്പോൾ പൈസ ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ പിന്നെ ഇപ്പോൾ യൂസ്ഡ് എടുക്കാമെന്ന് വെച്ചാലോ, അതാണ് ഈ മുടിഞ്ഞ കംപ്ലൈൻറ്റ്. എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനത്തെ പേടിയൊന്നും ഇല്ലാണ്ട് തന്നെ യൂസ്ഡ് കാറൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ് ഈ കിടക്കുന്നത് എല്ലാം തന്നെ കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടിയതാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കുറയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കിലോമീറ്ററൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എംപയർ കാർസിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ആ സർക്കിളിൽ തന്നെയാണ്, ജസ്റ്റ് ആ ജംഗ്ഷനിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുറ്റത്ത് കൊണ്ടു വിടും. പിന്നെ ഇവരുടെ ഈ ഒരു ഷോറൂം ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളുണ്ട് കേട്ടോ. ഈ കിടക്കുന്ന സെയിം ഫോർച്യൂണറിൻ്റെ ഒക്കെ വില നിങ്ങൾ നോക്കിക്കോ. അതുപോലെ തന്നെ ഈ കിടക്കുന്ന കിയൻ്റെ ഒക്കെ നോക്കിക്കോ. ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ എത്രത്തോളം നല്ലതാണെന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ തെറ്റൊക്കെ പറ്റാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ പോകുന്ന ഒരുപാടധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഒരാളെ നിന്ന് വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ വരിക, നിങ്ങൾ കാശ് മുടക്കുന്നതാണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തുകൊണ്ട് പോകാം. കൂടുതലൊന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട്, ഇവിടുത്തെ വിലയാണ് ഹൈലൈറ്റ് എന്തായാലും. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ അവീസ് ബ്രോ നിങ്ങൾക്ക് അടിപൊളി വണ്ടി തരും. നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഷോറൂം ഇപ്പോഴാണ് ഓപ്പൺ ആയത് അല്ലേ? അല്ല, ഷോറൂം അങ്ങ് നേരത്തെ ഉണ്ടായിരുന്നു. കോട്ടയം ഇവിടെ നമ്മൾ മാർച്ച് 5-ാം തീയതി അല്ലേ? അത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ, പട്ടിത്താനം. ആ ഒരു പിന്നെ ജംഗ്ഷനിൽ തന്നെ അല്ലേ? കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഞെട്ടിക്കും. നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടിക്കണ്ട നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും, അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വിലകൾ ആൾക്കാർ ഞെട്ടണം. ഓടി ഇവിടെ വരണം അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്പറൊക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോ. തുടങ്ങിയാൽ നമുക്ക് തീർച്ചയായിട്ടും തുടങ്ങാം. ആദ്യത്തെ വണ്ടി നമുക്ക് ഈ കിടക്കുന്ന ജീപ്പ് എന്ന് തുടങ്ങാം. പിന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ കാണണം കേട്ടോ, മൊത്തം കണ്ടോ. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് നമുക്ക് 2017 മോഡൽ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ്. 17 കോമ്പസ് ലിമിറ്റഡ് അല്ലേ? ഡീസൽ അല്ലേ? ഡീസൽ മാനുവൽ. അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ യോക്കോമോന്റെ 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, 83,000 കിലോമീറ്റർ, അപ് ടു ഡേറ്റ് സർവീസ്. അടിപൊളി, പക്ക നീറ്റ് വണ്ടി അല്ലേ? നല്ലൊരു ഫാൻസി നമ്പറും ഉണ്ട്. അതെ അതെ അതെ. CEO 100. അതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റാട്ടോ, ഒരു കുറ്റവും പറയാനില്ല. പിന്നെ അത് ഏറ്റവും ഹൈലൈറ്റ് സാധനം അല്ലേ, ബ്ലാക്ക് കളർ അല്ലേ? അതെ, ബ്ലാക്ക് കളർ. ഇതിപ്പോൾ നമുക്ക് എന്ത് പ്രൈസ്? ഇത് നമുക്ക് 9,80,000 രൂപ കൊടുക്കാം. 9,80,000 2017 മോഡൽ ഡീസൽ മാനുവൽ. അതും ലോ കിലോമീറ്റർ എന്ന് വേണേൽ പറയാം അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുൾ സർവീസ് ഉണ്ട്, ഒരു അപാകതയില്ലാത്ത വണ്ടി. അതെ. അടുത്തത് നല്ല അടിപൊളി ഒരു ക്രെറ്റ കാണിച്ചു തരാം. ഇതും ഡീസലാണ്, ന്യൂ ഷേപ്പ് ആണ് അല്ലേ? അതെ, ന്യൂ ഷേപ്പ് ആണ്. ഏതാ മോഡൽ? ഇത് 2021 12-ാം മാസം വണ്ടി. 21-ൽ 12-ാം മാസം. അതെ. 2026 12-ാം മാസം വരെ കമ്പനി വാറണ്ടി നിൽക്കുന്നു. ടയറൊക്കെ കണ്ടല്ലോ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, മേജറായിട്ടൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചും കുറച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതേ ഉള്ളൂ. നിലവിൽ എത്ര ഓടിയില്ലേ? ഇത് 85,000 കിലോമീറ്റർ ഉണ്ട്. 85,000 അല്ലേ? അതെ അതെ. പിന്നെ പക്കയല്ലേ? ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് EX അല്ലേ? അതെ, EX ബേസിന്റെ തൊട്ട് മേലത്തെ വണ്ടി. അതായത് ഒരുവിധം സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാ സാധനവും വരും. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കിയൊക്കെ ചെറിയ പൈസ കൊടുത്ത് നമുക്ക് വേണേൽ അപ്ലോഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് എന്താ വില? ഇത് നമുക്ക് റേറ്റ് എത്ര എഴുതുന്നുണ്ട്? ഏതായിരുന്നു വില എത്ര എഴുതുന്നുണ്ട്? വില നമുക്ക് 10,45 ലക്ഷം രൂപ. 10,70,000. അതെ അതെ. 10,70,000 രൂപയ്ക്ക് 2021 വണ്ടി, അതും ഡീസൽ അല്ലേ? 21 12-ാം മാസം വണ്ടി, 26 12 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടി. അതെ. അതും വലിയ ഓട്ടം ഓടിയെന്നൊന്നും പറയാൻ പറ്റൂല. ഡീസൽ വണ്ടി അല്ലേ? അതെ. അടുത്തത് ഒരു പെട്രോളിൽ ഹൈബ്രിഡിൽ ഏറ്റവും ടോപ്പിന്റെ അല്ലേ? ഇത് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അതെ, ഏറ്റവും ടോപ്പിന്റെ അല്ലേ? ഓട്ടോമാറ്റിക് അല്ലേ? അതെ അതെ, ഓട്ടോമാറ്റിക്. ഇത് മോഡൽ ഏതാ? 2023 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ. 23 പറയുമ്പോൾ ഈ സാധനം ഇറങ്ങിയ ഏകദേശം ഫസ്റ്റ് വണ്ടികളിലൊക്കെ അല്ല, 22-ലാണ് വണ്ടി ഇറങ്ങുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. ഇത് എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് തന്നെ വരും. നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് സീറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതെ അതെ.
അതിൻ്റെ അകത്ത് നമുക്ക് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അക്സസറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രോങ് ഹൈബ്രിഡ് തന്നെ അതെ, സ്ട്രോങ് ഹൈബ്രിഡ്. ഒരു 20 പ്ലസ് ഒക്കെ കിട്ടൂല എന്തായാലും മൈലേജ്? 20 അല്ല, 25 മേളിൽ കിട്ടും അല്ലേ? ആ, അത് ഓരോരുത്തർ ഉപയോഗിക്കുന്ന പോലെ അതെ അതെ. എന്തായാലും വണ്ടി അടിപൊളിയല്ലേ? വണ്ടി അടിപൊളിയാണ്. അപ്പം എന്തായാലും ഇതിന്റെ വിലയും കൂടി പറയാം. നമുക്ക് 14,30,000 രൂപ കൊടുക്കാം. 14-30? 16,30. ഇത് പുതിയ ഇറങ്ങുമ്പോൾ എന്ത് വില ഉണ്ടെന്നറിയോ? 22 സംതിങ് വരും. 22 സംതിങ് ഉണ്ടല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഈ സാധനം ഇപ്പോഴും ഇറങ്ങാത്തോണ്ടാന്ന് തോന്നുന്നു കുറച്ച് മാർക്കറ്റ് ഉണ്ടല്ലേ? അതെ അതെ. ലൈക്ക് യൂസ് വണ്ടി ബുക്കിംഗ് ആണ്, വണ്ടി കിട്ടാനില്ല. അതെ, യൂസ് കാർ മാർക്കറ്റിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ. നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട്, അല്ല സ്മാർട്ട് ഹൈബ്രിഡ് കണ്ടമാനം ഉണ്ട് താനും. സ്ട്രോങ് ഹൈബ്രിഡ് ആണ് കിട്ടാനില്ലാത്തത്. അതായത് അന്നിറങ്ങിയ ഈ സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. അല്ല, ആൽഫ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്റെ തൊട്ട് താഴത്ത് സീറ്റാ പ്ലസ്. ഫീച്ചേഴ്സ് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഫീച്ചേഴ്സിലല്ലേ ഉള്ളൂ? അതേ ഉള്ളൂ, അതേ ഉള്ളൂ. എഞ്ചിൻ സ്പെക്ക് ഇത് സ്ട്രോങ് ഹൈബ്രിഡ് തന്നെയല്ലേ? അതെ അതെ, സ്ട്രോങ് ഹൈബ്രിഡ് തന്നെ. 26-30 അല്ലേ? അല്ല 16-30. 16-30 എന്തായാലും നെഗോഷ്യബിൾ ആവുമോ? ചെയ്യാവുന്ന കച്ചവടം അല്ലേ? അതെ. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ വരിക, വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുക, വന്ന് സംസാരിച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും മാക്സിമം ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. അടിപൊളി. നിങ്ങളിവിടെ വന്നായിട്ട് അതൊക്കെ നിങ്ങൾ സെറ്റപ്പ് ആക്കി ചെയ്ത് തരും. വണ്ടിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ലോൺ നമുക്കൊരു 15-16 ലക്ഷം രൂപ വരെയൊക്കെ ഒരു പ്രൊഫൈല് പക്കായാണെങ്കിൽ 16 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 90-95% എല്ലാ വണ്ടിക്കും കിട്ടും. തീർച്ചയായിട്ടും. മോഡൽ കൂടിയ വണ്ടികളാണ്, പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അടുത്തത് നല്ല അടിപൊളി ഒരു സെൽറ്റോസ് അല്ലേ? അതെ, കിയ സെൽറ്റോസ്. ഏതാ മോഡൽ? ഇത് 2020 വണ്ടി, ഡീസൽ മാനുവൽ. ഡീസൽ മാനുവലാണ്. അതെ, ഡീസൽ മാനുവലൊക്കെ കുറേ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. ഇത് HTK പ്ലസ് എന്ന് പറഞ്ഞ, അല്ല HTK എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അതായത് പിന്നെ ഒരു ബേസിന്റെ തൊട്ട് മേളത്തെ വണ്ടി, ഒരു മിഡ് റേഞ്ചിലേക്ക് അതെ വരുന്നത്. അതെ അതെ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് കിലോമീറ്ററോ? ഇത് നമുക്ക് 1.25. 1.25 അല്ലേ? മോഡൽ 20 അല്ലേ പറഞ്ഞേ? 2020 മോഡൽ. 20 അല്ലേ? സെക്കൻഡ് ഓൺഷിപ്പ് നിൽക്കുന്ന വണ്ടി. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, മേജറായിട്ട് ഒന്നുമില്ല. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയിലും ഓൾമോസ്റ്റ് മേജറായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത വണ്ടികൾ തന്നെയാണ്. വലുതല്ല, കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ. ബോണറ്റ് മാറിയില്ല, ബമ്പറൊക്കെ പോട്ടെ. അതെ അതെ. മെയിൻ ക്ലാസ് ബോണ്ട് ഒന്നും മാറി? ഒന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8,50,000 രൂപ. 8.5 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ ഡീസൽ മാനുവൽ. അത് അപാകതയില്ലാത്ത സെക്കൻഡ് ഓണർ വണ്ടി. അതെ, സെക്കൻഡ് ഓണർ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അടിപൊളി. 1.25 1.25 സർവീസ് ചെയ്ത വണ്ടി ചെയ്താണല്ലേ? അതെ. ഇനി എടുത്തോണ്ട് പോയി ഒരു 15 കിലോമീറ്റർ ഓടിക്കോളൂ. അതെ അതെ. അതുപോലെ തന്നെ ഈ ഡസ്റ്റർ ആണെങ്കിലോ? ഇത് നമുക്ക് 2015 മോഡൽ. ഇത് 110 അല്ല, 85 അല്ലേ? 85 PS. ഓക്കെ. അതായത് നല്ല 4 പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. അതെ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിലോമീറ്ററോ? ഇത് 1.54 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ്, ക്ലെയിം, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാൽ വണ്ടി കാണും പറയാം അത് എന്താ എങ്ങനെ ഉപയോഗിച്ചാന്നുള്ളത്. അതെ. പിന്നെ സെക്കൻഡ് ഓണർ അല്ല പറഞ്ഞേ? അല്ല, സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓണർ അല്ലേ? അടിപൊളി. പിന്നെ അന്ന് ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിലെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയല്ലേ? ഇത് RXL ആണ്. അതെ അതെ. അപ്പോൾ അലവിൽ ചെയ്തായിരിക്കും അല്ലേ? ഇത് RXL ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇടയ്ക്ക് ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിൽ അതെ ഞാൻ ചോദിച്ചത്. അതെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, വണ്ടി അടിപൊളിയാണ്. പിന്നെ സർവീസും ഒക്കെ ആണല്ലോ അല്ലേ? സർവീസ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ശരി. 15 മോഡൽ എന്താ വില? ഇത് നമുക്ക് 4.40. 4.40 15 വണ്ടി കൊടുക്കും. അതെ അതെ. അതും എന്തെങ്കിലുമൊക്കെ കുറയാനുള്ളത് കുറച്ചും കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്യാപ്ചർ. ഇത് ഏതാ മോഡൽ? ഇത് 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, 18 8ാം മാസം വണ്ടിയാണ്. ഞാൻ ഈ സാധനം കാണുമ്പോൾ എല്ലാവരും പറയും, അതായത് റെനോൾട്ടിന്റെ ഈ ഒരു സാധനത്തെ കുറിച്ച് അധികാർക്കും അറിയില്ല. അതെ അതെ. അതായത് ഈ കിടക്കുന്ന ഡെസറിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത്. എന്റെയൊക്കെ 4 ഇരട്ടി അടിപൊളി വണ്ടിയാണത്. എന്നാൽ ഓടിക്കാൻ നല്ല സുഖം കേട്ടോ. അത് 85 ആണ്. ഈ പറഞ്ഞ പോലെ 20+ മൈലേജ്. 85 അല്ല, 110. ക്യാപ്ചർ 110 വരുന്നുള്ളൂ. പക്ഷേ 110 ആണെന്ന് പറഞ്ഞാൽ പോലും 1.5 ലിറ്റർ അല്ലേ എഞ്ചിൻ? അതെ. അതാണ് ഇതിന്റെ പ്രത്യേകത. അതെ അതെ. അതേപോലെ നമുക്ക് ക്യാപ്ചറിനും അതേപോലെ തന്നെ നിസാന്റെ കിഡ്സ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ഇതിന് ആ ഇഞ്ചക്ടർ കംപ്ലൈന്റ് പ്രശ്നങ്ങളുള്ള വണ്ടികളല്ല. അല്ല. പക്ഷേ ഇതിൽ വേറൊരു കേസ് വന്നരാം. അതേ പറഞ്ഞാൽ 1.5 ലിറ്റർ ആണെങ്കിലും നല്ല അടിപൊളി പവറും പെർഫോമൻസും മൈലേജും എല്ലാം ഉള്ള ഒരു സാധനം അല്ലേ? അതെ അതെ. അത്യാവശ്യം വലിപ്പം, ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതെ. ഇതിപ്പോ 17-18 മോഡൽ. 17 വണ്ടി, 18 8ാം മാസം വണ്ടി. ഓക്കെ. ഇത് കിലോമീറ്ററോ? 94,000 കിലോമീറ്റർ, 93 ലാസ്റ്റ് സർവീസ്. ഫുൾ അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടി. അടുത്ത 10,000 കിലോമീറ്റർ ഓടിക്കാൻ ഒന്നും ചെയ്യണ്ട. അതെ. ഇത് RXT എന്ന് പറഞ്ഞ ഓപ്ഷൻ, ടോപ്പിന്റെ വണ്ടി അല്ലേ? അതെ അതെ. ടോപ്പിന്റെ അല്ല, RXZ ടോപ്പിന്റെ. അതായത് ടോപ്പിന്റെ തൊട്ട് താഴെ വരും. ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അതെ, എല്ലാം ഉണ്ട്. ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് വിലയും കൂടി പറയാം. ഇത് നമുക്ക് 5.40. 5,40,000 രൂപയ്ക്ക് 18 വണ്ടിയില്ലേ? അതെ അതെ. 4 ചോക്കല്ലേ? അതെ. 5.40 ഇതാ ആ സാധനം എടുത്തോളാം. നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി സാധനമാണ്. അത് അടുത്തത് പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ക്രിസ്റ്റ ഏതാ മോഡല്? ഇത് 2024 വണ്ടി. 24 അതെ. അടിപൊളി. ഇതാണോ? ഇത് നമുക്ക് GX+. അതായത് മാനുവലാണോ ഓട്ടോമാറ്റിക്? മാനുവൽ അല്ലേ? നമുക്ക് 2022 വരെ ഉള്ളൂ ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. ശരി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈ ക്രോസ് ആണല്ലോ വന്നത്. അതെ അതെ അതെ. ശരി. അപ്പോൾ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇത് കിലോമീറ്ററോ? ഇത് 38,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്.
2029 വരെ കമ്പനി വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഉള്ളതാണ്. ആ. ടയർ ഭാഗങ്ങളെല്ലാം അടിപൊളിയാണ്. അതെ. ഇത് കിലോമീറ്റർ 38,000. 38 അല്ലേ? അതെ. വെറും 38 എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഒരു ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരങ്ങളൊന്നും എനിക്ക് കിട്ടൂല. അതെ, ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഈ ഒരു കിലോമീറ്റർ ഇത് ഒറിജിനൽ കേരളയും കൂടിയല്ലേ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി, നല്ലൊരു ഫാൻസി നമ്പറും ഉണ്ട്. അല്ല പിന്നെ എന്താ വില? ഇത് നമുക്ക് 22,85,000 രൂപ. 22,85. അതെ. എനിക്ക് തോന്നുന്നു പുതിയനിപ്പോൾ ഒരു 10-28 ലക്ഷം രൂപ ഉണ്ടോ? 27,80 വരും പുതിയ വണ്ടിക്ക്. അതെ, 28 ലക്ഷം രൂപ. അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും 22,85,000 രൂപ. എന്തെങ്കിലും കുറയാനുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നേ. അതും ആലോചിക്കണം, 24 വണ്ടിയാണല്ലേ? അതെ, 24 വണ്ടി, 29 വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. വേറെ എന്ത് വേണം? വാറണ്ടി ഒന്നും വേണ്ട, ഇനി ധൈര്യം എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് മുതൽ. ഇത് നമുക്ക് 2020 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക്. 20 2 വീൽ ഓട്ടോമാറ്റിക് TRD ചെയ്താൽ മൊത്തം? അതെ, TRD കിറ്റ് ചെയ്തേക്കുന്ന. കിറ്റ് ചെയ്താൽ അല്ലേ? 4 ടയർ പുത്തൻ ടയർ കേട്ടോ. 2 പുത്തൻ ടയർ ഉണ്ട്, 2 ആവറേജ്. ബാക്കിൽ കുറച്ച് കുറവുണ്ട്. അതെ, ബാക്കിലെ ടയർ ഇച്ചിരി കുറവുണ്ട്. അതെ. ഇത് പിന്നെ മോഡൽ ഏതെന്ന് പറഞ്ഞാൽ 2020 വണ്ടി, ഒറിജിനൽ കേരള. ഒറിജിനൽ കേരളയാണ്. അതെ. കിലോമീറ്ററോ? 56,000 കിലോമീറ്റർ അപ് ടു ഡേറ്റ് സർവീസ്. 56 ജെനുവിൻ ആണല്ലോ അല്ലേ? 100%. നമ്മുടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള അവസരം തരും. തീർച്ചയായിട്ടും. ഇതിന്റെ പുറകിൽ ഈ കണ്ടോ, ഈ സ്കേർട്ടിങ് സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ്. ഇനി ഫുൾ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും അയച്ചു തരാം കേട്ടോ. പിന്നെ ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം. 2 വീൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു. നല്ല നീറ്റ് സീറ്റ്, കവർ, കാര്യങ്ങളെല്ലാം അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഒരു റീപ്ലേസ് ഇല്ലെന്ന് ഉറപ്പല്ലേ? ഒരു റീപ്ലേസും ഇല്ല. അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 35 ലക്ഷം രൂപ. 35 ലക്ഷം രൂപയ്ക്ക് 2020 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി, 56,000 കിലോമീറ്റർ. വെറും 56,000 കിലോമീറ്റർ. 30 മേലൊക്കെ ലോണും കയറുമോ? 30 രൂപ കൺഫേം ആയിട്ട് കയറും. കൺഫേം ആയിട്ട് കയറും അല്ലേ? നല്ല പ്രൊഫൈലൊക്കെ വേണം, നല്ല ബിസിനസ് വേണം, നല്ല ട്രാൻസാക്ഷൻ വേണം. അതെ, അതെ. അല്ലാണ്ടൊന്നും കിട്ടൂല കേട്ടോ. ഇതൊക്കെ ഒരു 10 ലക്ഷത്തിന് മേലെ ഇപ്പോൾ ലോൺ കയറാൻ വലിയ പണിയല്ലേ? അതെ. അല്ല, എന്നാലും നമുക്ക് ITR കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ITR എങ്കിലും വേണം. അതെ, അതെ, അതെ. പിന്നെ ITR ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ട്രാൻസാക്ഷനും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. 35 ലക്ഷം രൂപയിൽ കുറയാനുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ പെടുത്തി ചെയ്യാം. ഓൺ ടേബിൾ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. അടിപൊളി. അപ്പോൾ നമ്മുടെ 2022 മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി നിൽപ്പുണ്ട്. ഇതിന്റെ പുതിയ ഷേപ്പ് വണ്ടി, അതായത് 22 വേറെ ഉണ്ട്. ഉണ്ട്. അത് നിലവിൽ പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്ത വണ്ടി ഇറങ്ങിയിട്ടില്ല. നാളത്തേക്ക് വണ്ടി കിട്ടും. അത് നമുക്ക് 75,000 കിലോമീറ്റർ ഓടി ഉണ്ട്. കേരള വണ്ടി തന്നെ. കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. 4 ബ്രിസ്റ്റോന്റെ പുത്തൻ ടയർ ഉണ്ട്. ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അതും ഇതേ സെയിം കളർ തന്നെ. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സിംഗിൾ. എന്താ വില? KL 21 വരുന്നു, ട്രിവാൻഡ്രം. അത് നമുക്ക് 38 ലക്ഷം രൂപ. 22 വണ്ടി 38 ലക്ഷം രൂപ. കേരള വണ്ടി, ഒറിജിനൽ കേരള. അതുകൊള്ളാലോ. അതായത് 2022 വണ്ടിക്ക് 38 ലക്ഷവും 2020 35 ലക്ഷവും അല്ലേ? അതെ, അതെ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ വരണം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കേരള വണ്ടി തന്നെ ചെയ്യുന്നത്. വല്ല എക്സ്ചേഞ്ചിലൊക്കെ വരുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടി വരുന്നത്. കേരള ആകുമ്പോൾ സേഫ് ആണ്. അതെ, അതെ. കേരള സർവീസ് ഉള്ള വണ്ടികൾ തന്നെയാണ് ഓൾമോസ്റ്റ് ചെയ്യുന്ന മൊത്തം. ടൊയോട്ട അല്ലെങ്കിൽ സേഫ് ആണ്, പിന്നെ കേരളം കൂടി ആണെങ്കിൽ ഡബിൾ സേഫ് ആണ്, ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എടുത്തോ, ആർക്കെങ്കിലും വേണമെങ്കിൽ. അതുപോലെ തന്നെ എല്ലാം നല്ല കിടിലം പ്രൈസിലാണ് കിടക്കുന്നത്. ആ എറ്റിയോസ് ഒക്കെ ഒന്ന് പറഞ്ഞാലോ? എറ്റിയോസ് നമുക്ക് 2016 മോഡൽ എറ്റിയോസ് ഡീസൽ. 16 ഡീസലാണ്. വെള്ളയല്ലേ ഇത്? അതെ, അതെ, അതെ. വെള്ളയല്ലേ 16? അതെ, അതെ, വെള്ള 16. മോശമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊന്നും ചെയ്തില്ല, വണ്ടി വന്നതേ ഉള്ളേ, ഒന്ന് പോളിഷ് പോലും ചെയ്തില്ല. കേരള? അതെ, ഒറിജിനൽ കേരള. 16 ഒറിജിനൽ കേരള ഡീസൽ G4 അല്ല GD അല്ലേ? GD. എന്താ വില? ഇത് നമുക്ക് 2,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 234 കിലോമീറ്റർ ഓടി. ഫുൾ സർവീസ് ഉണ്ട്, സെക്കൻഡ് ഓൺ. ശരി, വിലയോ? വില നമുക്ക് 4,90. 4,90. അതെ. ഞങ്ങൾ 2,36 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം എവിടുന്ന് അപ്പോൾ പൈസ എടുക്കേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. കിലോമീറ്റർ പറയാമെന്ന് അറിയില്ലല്ലോ. 2,34,000 കിലോ. അത് വിലയാണ് പറയാൻ പോകുന്നത് വിചാരിക്കായിരുന്നു. അപ്പോൾ എന്തായാലും 4,90 ഇതാ, ഇത് എടുത്തുകൊണ്ട് പോവാം. പിന്നെ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ, വണ്ടിന്റെ അവസ്ഥ നോക്കി എടുക്കുക അല്ലേ? അത് കിലോമീറ്റർ ജെന്യൂൻ ആണ്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് വണ്ടി വരുന്ന 2012 മോഡൽ GD തന്നെ. ഇത് 12 അല്ലേ? അതെ. 12 16 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതെ, അതെ. ഓക്കെ, കിലോമീറ്റർ ഒക്കെയോ? ഇത് നമുക്ക് കിലോമീറ്റർ വരുന്നത് 1,85,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. അതെ അല്ലേ? ഇത് കേരള വണ്ടി തന്നെയാ? അതെ, ഒറിജിനൽ കേരള തന്നെ. നല്ല നീറ്റാട്ടോ വണ്ടി കാണാൻ. ഓൺഷിപ്പ് 4 ആയിട്ടുണ്ട്. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. അതെ. ശരി, എന്താ വില? ഇത് നമുക്ക് 2,95. 2,95. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഡിക്കി ഡോറും മാറിയിട്ടുണ്ട്. ഓക്കെ, മേജർ ഐഡിയ ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ അല്ല, ചെറുതാണ്. ഗ്ലാസേ ഉള്ളൂ, ബോണ്ട് മാറിയിട്ടുമില്ല. എന്തൊക്കെ പറഞ്ഞാലും വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ കേട്ടോ. അടുത്തത് ഇതാണ് ബെൻസ് അല്ലേ? അതെ. അതായത് ഇതാണ് ബെൻസ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളാരും ബെൻസ് കാണാത്തതുകൊണ്ടല്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൻസിൻ്റെ ഒരു തനത് ലുക്ക് അന്നും ഇന്നും നിൽക്കുന്ന ഒരു വണ്ടി ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം ഒരു ആദ്യത്താണ് ഇത് കൊണ്ട് നിർത്തിയത് അല്ലേ? ഇത് മോഡൽ ഏതാ? ഇത് നമുക്ക് 2011 വണ്ടി, റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്. ഇത് പിന്നെ കേരള വണ്ടി തന്നെയാ? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. അതായത് അപ്പോൾ നിലവിൽ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു. 2031 വരെ പേപ്പർ നിൽപ്പുണ്ട്. അടിപൊളി.
വണ്ടീൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ അലോയ് നല്ല നീറ്റാണ്. ഇന്ത്യയിലൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. നമുക്ക് സീറ്റൊക്കെ ആണല്ലോ ഒറിജിനൽ പ്രീമിയം ലെതർ സീറ്റ് തന്നെയാണ് വണ്ടിയെ നിൽക്കുന്നത്. ഒന്നും മാറിയിട്ടൊന്നുമില്ല അല്ലേ? ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, അടിപൊളി കേട്ടോ. ഇത് ഒന്നും നോക്കാനില്ല. ഇതിൻ്റെ ഇതുണ്ടോ ആ കീൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞ് നാശാവേണ്ടതാണ്. നല്ലോണം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗുണമാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും മോശമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് മോഡൽ 2011 പറഞ്ഞു, പേപ്പർ എടുത്തു എന്ന് പറഞ്ഞു. 1.24 ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓൺഷിപ്പ് 3rd ആണ്. സർവീസ് ബുക്ക്, സ്പെയർ ചാവി കാര്യങ്ങളെല്ലാം എന്താ അവൈലബിൾ ആണ്. വില നമുക്ക് 10.25 ലക്ഷം രൂപ. 10,70,000 രൂപ. അതെ, പേപ്പർ ആക്കാനും പിടിക്കാനും ഒന്നും നടക്കണ്ട, എല്ലാം സെറ്റപ്പാണ്. ഒന്നും ചെയ്യാനില്ല. ഇനി എടുക്കുക, എണ്ണ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല, നല്ല വണ്ടി. അത് നമുക്ക് ആരെ വേണം ചെക്ക് ചെയ്യുകയോ ഒക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ കിടക്കുന്ന BM ആണെങ്കിലോ? BM നമുക്ക് 2012 മോഡൽ X1. 12 X1 ആണ് അല്ലേ? മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. പക്ഷെ ഒരു എന്താ പറയുക, ടോപ്പ് ക്വാളിറ്റി എന്ന് ഞാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല അല്ലേ? ആവറേജിന് മേലെ. അതെ. അല്ല, വണ്ടി വേറെ ബോഡി വേറെ റീപ്ലേസ്മെന്റോ മറ്റേ റീപെയിന്റോ കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല. രണ്ട് ഹെഡ്ലൈറ്റ് ഒന്ന് ഇച്ചിരി മങ്ങി നിൽപ്പുണ്ട്. അതിന്റെ മെയിൻ പ്രശ്നം അതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്ന ഒരു മങ്ങലാണ് അല്ലേ? അതെ. സീറ്റൊക്കെ ആണെങ്കിലും അന്നത്തെ ഒറിജിനൽ പ്രീമിയം ലെതർ തന്നെയാണ് നിൽക്കുന്നത്. സീറ്റോ കാര്യങ്ങളോ സ്റ്റിയറിംഗോ ഒന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല. നല്ല നീറ്റാണല്ലോ അല്ലേ? അതെ. ആ രണ്ട് ഹെഡ്ലൈറ്റിന്റെ മങ്ങൽ മാത്രമേ ഉള്ളൂ. ആ ഒരു സാധനമാണ് ആ വണ്ടിന്റെ ഉള്ള ലുക്ക്. അതെ. വണ്ടി 100% ക്വാളിറ്റി തന്നെയാണ് വണ്ടി. അത് കേരള വണ്ടിയല്ലേ അല്ലേ? കേരള വണ്ടി. ശരി. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇത് 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70 വരെ കമ്പനി സർവീസ് ഉണ്ട്. പിന്നെ പുറത്താണ് ചെയ്തേക്കുന്നത്. അതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് താനും. വില 7,50,000 രൂപ. 7.5 ലക്ഷം രൂപയ്ക്ക് 2012 വണ്ടി കൊടുക്കാം. അതെ. എന്തെങ്കിലുമൊക്കെ കുറയാനുള്ള കുറച്ചും കൊടുക്കാം. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, കേരള വണ്ടിയൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കുമല്ലോ. അതെ. അപ്പം മാക്സിമം നമ്മുടെ ആൾക്കാർ വരുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തായി. തീർച്ചയായിട്ടും കൊടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയെ കൊടുക്കുള്ളൂ എന്ന് എനിക്കറിയാം, എങ്കിലും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ എംപയർ കാർസിൽ ഈ ഒരു എപ്പിസോഡ് ഇതാ കുറച്ച് ചെറു വണ്ടികളും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ? അതെ. ഓക്കെ. ചെറുവണ്ടികൾ ചെറിയ വിലയ്ക്ക്. നല്ല വിലയാണ്. വേഗം പറഞ്ഞോ, വേഗം വിലയെ കുറിച്ച് കൊടുത്താൽ. നിങ്ങൾ ഇപ്പോൾ ഇത് നമ്മുടെ ആൾട്ടോ ഇത് നമുക്ക് 2007 മോഡൽ ഓൾട്ടോ LXi. 7 LXi പേപ്പർ ഉണ്ടല്ലോ അല്ലേ? പേപ്പർ നമുക്ക് അടുത്ത വർഷം ലാസ്റ്റ് വരെ. 27 ലാസ്റ്റ് വരെ. കൂടുതലൊന്നും ചോദിക്കുന്നത് എന്താ വില? ഓൺഷിപ്പ് 3rd ആണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വില 85 രൂപ. അതെ. കുറേ ഉണ്ടോ? എന്തെങ്കിലും ചെറിയ മാറ്റപ്പെടുത്തി ചെയ്യാനേ ചെയ്ത് കൊടുക്കാം. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട്. അതെ. ഇത് 2007 അടുത്ത വർഷം പേപ്പറുള്ള വണ്ടിക്ക് 85 രൂപ. കുറയ്ക്കണം കേട്ടോ എന്തായാലും. തീർച്ചയായും ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2010 വണ്ടി. 2030 വരെ പേപ്പർ. ശരി. BXi ആണ്, സിംഗിൾ ഓണർ ആണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താ വില? 1,65. അതും കൂടുതലാണ്. ഞാൻ പറയും അതൊക്കെ ഞാൻ ഉള്ള പോലെ പറയും. അല്ല, സീരിയസ് ആയിട്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. വണ്ടിയുടെ ക്വാളിറ്റി എന്താ? വണ്ടി ക്വാളിറ്റി നല്ല ക്വാളിറ്റി. ഒറ്റ ഓണർ വണ്ടിയാണ്. BXi ആണ്. 30 വരെ പേപ്പർ മാക്സിമം കുറച്ച് കൊടുത്താൽ ചെയ്ത് കൊടുക്കാം. എടുത്തോണ്ട് പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ പഴയ വണ്ടി ആണെങ്കിൽ പോലും പണി വണ്ടി വരില്ലല്ലോ. അതില്ല. അത് ഗ്യാരണ്ടി. അടിപൊളി. അതുപോലെ തന്നെ i20 നമുക്ക് 2012 വണ്ടി. 12 ഡീസലാണല്ലേ? ഡീസൽ. സെക്കൻഡ് ഓണർ ആണ്. 1,44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി പക്ഷെ നല്ല നീറ്റാട്ടോ. വണ്ടി നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയും ഉണ്ട്. അതെ, അലോയിലും ഉണ്ട്. ഇത് മാഗ്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് വരുന്ന വണ്ടിയാണ്. അതായത് ഡീസൽ. ഓക്കെ. 1.6 3 അല്ല. അല്ല 1.4 ഉണ്ട്. 1.6 ഉണ്ട്. ഇത് 1.6 ആണ്. 1.6 ഉണ്ട്. ബെർണാർഡോ സെയിം എഞ്ചിൻ. അതെ. അതാണ് 6 സ്പീഡ് വന്നത്. അതെ, 6 സ്പീഡ് വന്നു. ഓക്കെ. അപ്പോൾ നല്ല പവർ ആയിരിക്കും. അതെ, നല്ല അടിപൊളി വണ്ടി ആയിരിക്കും അല്ലേ? ചെക്ക് ചെയ്തെടുത്തുള്ള ഡീസലാണ്. എന്താ വില? നമുക്ക് 2,65. 2,60,000 രൂപയ്ക്ക് ഈ 12 വണ്ടി. പേപ്പറൊക്കെ എന്തായാലും അടുത്ത വർഷം വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ആക്റ്റീവ്. ഇത് നമുക്ക് മൈക്ര പെട്രോൾ 2017-18 ആക്റ്റീവ് അല്ലേ? അതെ. അതായത് പുത്തൻ ടയർ മുമ്പിൽ കിടപ്പുണ്ട്. ബാക്കിലും അതെ, 4 പുത്തൻ ടയർ തന്നെ. ഇത് പിന്നെ മോഡൽ 17 അല്ലേ പറഞ്ഞേ? 2017 വണ്ടി 18 രജിസ്ട്രേഷൻ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. ഇതൊരു എന്താ പറയുക, ഈ ഒരു ഒറ്റ വേരിയന്റിലേ വരുന്നുള്ളൂ. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ അല്ലേ? പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. അതെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓൾമോസ്റ്റ് കമ്പനി പെയിന്റ് തന്നെ നിൽക്കുക. ബമ്പറൊക്കെ ടച്ച് ചെയ്തേക്കുന്നതല്ലാതെ ബോഡി ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. എന്താ വില? 3,40. അതെ. എന്തെങ്കിലും കുറയ്ക്കാനുണ്ടാവല്ലോ അല്ലേ? തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാന്നേ. അതുപോലെ തന്നെ ജാസ് 2018 മോഡൽ ഡീസൽ. 18 ഡീസൽ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ് ടു ഡേറ്റ് സർവീസ് ഉണ്ട്. അല്ല 18 VX. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അടിപൊളി. അലോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പുത്തൻ ടയർ ഉണ്ട്. ഇന്ത്യയിലൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ഡോറിന്റെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,90. 2018 അല്ലേ പറഞ്ഞേ? 2018 മോഡൽ. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. ഡീസൽ അല്ലേ? അതെ, ഡീസൽ. അടിപൊളി. അതും 4,90. എന്തെങ്കിലും കുറയില്ലേ? തീർച്ചയായും ചെയ്ത് കൊടുക്കാനേ. അടിപൊളി. അടുത്തതും ഒരു മുതൽ സാധനമാണ്. ഡീസൽ. മോഡലോ? 2012 മോഡൽ കൊറോള ഓൾട്ടീസ്. 12 ഓൾട്ടീസ് അല്ലേ? ഒറിജിനൽ കേരള, ഇപ്പോഴും കമ്പനി സർവീസ്.
അടിപൊളി. 1,07,000 കിലോമീറ്റർ. ടയർ 1.7 ആ പക്ഷേ പോയി കൊടുന്ന് 1.7 കമ്പനി സർവീസ്. 1.7 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റം എന്താ ചെറിയ പറയാ കിലോമീറ്റർ തന്നെ പറയാം. 12 വണ്ടിയല്ലേ? അതെ അതെ 12 വണ്ടിയെ സംബന്ധിച്ച് ചെറിയ കിലോമീറ്റർ എന്ന് പറയാം. വണ്ടി നല്ല നീറ്റാട്ടോ. നല്ല മെക്കാനിക്കലാ കേട്ടോ. നല്ല മെക്കാനിക്കലാ. അത് കണ്ടതിന് അറിയാലോ എന്ത് നോക്കാനത്. ഫുൾ സർവീസ് ഉള്ള വണ്ടിയോ. അതെ അതെ അതെ. ആ വണ്ടീന്റെ ഒരു ബോഡിയും അതിന്റെ ആ ഒരു ബോഡി ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം വണ്ടിന്റെ ഉപയോഗം എങ്ങനെ ഉണ്ടായിരുന്നു. അതെ അതെ. ഇത് നമുക്ക് എന്താ ഇത് 4.25. എത്ര? 4,70,000. 10 വണ്ടി. 10 ഇച്ചിരി 12 സോറി 12 വണ്ടി അല്ലേ? 12 വണ്ടി. എന്തെങ്കിലും കുറേ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാനേ. ഓക്കെ. വില കൂടുതലാണെന്ന് ചോദിച്ചാൽ അതെ. അല്ല വേറെ അതേ ഞാൻ പറഞ്ഞത്. പക്ഷെ ക്വാളിറ്റി വൈസ് ആണ്. അതെ അതെ അതെ. വില കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. അതെ. പക്ഷെ എടുത്തുകൊണ്ട് പോകുന്ന ഒരാള് ഒരു പണി എടുക്കേണ്ടി വരും. ഒരു പണി എടുക്കേണ്ട ഫുൾ സർവീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര മോള് പറഞ്ഞ വണ്ടി സർവീസ് ഉള്ള വണ്ടി കിട്ടാൻ പ്രയാസമാണ്. വളരെ ബുദ്ധിമുട്ടാണ്. അതും ഒറിജിനൽ കേരള അല്ലേ? അതെ അതെ ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺ. ഓക്കെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിച്ചു കൊടുക്കാൻ നല്ല അടിപൊളി സ്വിഫ്റ്റ് കാണിച്ചു തരാം. ഡിസയർ അല്ലേ? സ്വിഫ്റ്റ് ഡിസയർ. പെട്രോൾ ഡീസലോ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓ ഡീസൽ ഓട്ടോമാറ്റിക്. വേറെ സാധനം കേട്ടോ. ഇത് കിലോമീറ്ററോ? 2018 വണ്ടി. ആ 1,11,000 കിലോമീറ്റർ. 1.11. ആ അത്ര ഓടിയിട്ടുള്ളൂ. ആ ആ അതെ. ഡീസലിൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വേറെ വണ്ടി ഇല്ല. അതെ അതെ തീർച്ചയായിട്ടും. അതും ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. പിന്നെ ഓൺഷിപ്പ് സിംഗിൾ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബമ്പറും ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ആ ടച്ചിങ് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തത്. വണ്ടിയിൽ അറിയാനൊന്നുമില്ല. അറിയാനൊന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതായി നോക്കിയോ. വിലയോ? വില നമുക്ക് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. അതെ. എന്തെങ്കിലും കുറയുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം. 5 ചില്ലറൊക്കെ കൊടുക്കാം. ഏതായിരുന്നു? അല്ല 5 ചില്ലറൊക്കെ കൊടുത്തൂടെ? നമുക്ക് ഫൈനൽ ഒരു 5.85 കൊടുക്കാം. 5.85. ആ അതാണ്. പിന്നെ ചില്ലറയുടെ കഥ പറയണ്ടല്ലോ. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി 1.11 കമ്പനി സർവീസ്. ഓക്കെ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടികളാണ് എല്ലാം തന്നെ. നമ്മളിപ്പോൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ കിടക്കണ ഇതൊന്നും മിസ് ചെയ്താൽ പിന്നെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും അതേപോലെ നമ്മുടെ 2022 ഫോർച്യൂണർ ആണെങ്കിലും അത് സിംഗിൾ ഓണർ വണ്ടി 75,000 കിലോമീറ്റർ. ക്വാളിറ്റി അടിപൊളിയല്ലേ? ക്വാളിറ്റി അടിപൊളി. ഒന്ന് പോളിഷ് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നു. ഇനി വേറെ ഏതെങ്കിലും വണ്ടികൾ ഇതേപോലെ കയറാനുണ്ടോ? നമുക്ക് കയറാനുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്വിഫ്റ്റ് ഇപ്പോൾ പോളിഷ് ചെയ്ത് എടുത്തോണ്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഇനോവ കയറാനുണ്ട്. ശരി. പിന്നെ ഒരു റിക്സ് കയറാനുണ്ട്. നമുക്ക് റീലിൽ കാണിച്ചു കൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ ഒക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? അതെ തീർച്ചയായിട്ടും. ഒരു നിർബന്ധവും ഞാൻ പറയില്ല. വരിക വന്ന് നോക്കുക എന്ന് മാത്രം പറയാം. വണ്ടി നോക്കിയാൽ ഇഷ്ടപ്പെടും. എല്ലാം ക്വാളിറ്റി വണ്ടികളാണ്. നന്നായിട്ട് പോകണം. അതെ സർവീസ് ഉള്ള വണ്ടികളാണ്. അപ്പോൾ ജസ്റ്റ് വരിക വന്ന് നോക്കുക, വണ്ടി ഇഷ്ടപ്പെട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടയം ജില്ലയിൽ പിന്നെ എന്തായിരുന്നു? ഏറ്റുമാനൂർ പട്ടിത്താനം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എംപയർ കാർസ് അല്ലേ? എംപയർ കാർസ്. അതെ. വണ്ടിയുടെ ക്വാളിറ്റിയുടെ വൈസ് അടിപൊളിയാണ്. അത് ഞാൻ എന്തായാലും നമ്മൾ കണ്ടത് വെച്ചിട്ടല്ലേ? അതെ അതെ. പിന്നെ നിങ്ങൾ വരിക, നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഡീസൽ മാനുവലൊക്കെ ആണെങ്കിലും പുതിയതും പഴയതൊക്കെ ഒരുപാട് വണ്ടികൾ ഉറപ്പുണ്ട്. ടൊയോട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഏറ്റവും വില കുറച്ച് തരും. അപ്പോൾ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ വണ്ടികൾ നമ്മൾ കാണിക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇരിക്കാൻ പിന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും. അടുത്തൊരു സ്റ്റോക്ക് വരുമ്പോൾ അടുത്തൊരു വീഡിയോ വരാം. അതെ അതെ. ഒരുവിധം എല്ലാ മാസവും നമുക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നല്ല വില കുറച്ച് അടിപൊളി വണ്ടികൾ. അത് തന്നെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും